നമ്മുടെ ഇൻഡസ്ട്രിയൽ മെഷീൻ കംപ്ലൈൻ്റ് ആയാൽ എങ്ങനെയാണ് സർവീസ് ചെയ്യുന്നത്? കുറച്ച് നാളുകളായിട്ട് എൻ്റെ മെഷീൻ കംപ്ലൈൻ്റ് ആയിരുന്നു. അതിൻ്റെ പുറകെയായിരുന്നു ഞാനും. അപ്പോൾ ഈ കാണുന്നത് ഉഷ എന്ന ബ്രാൻഡിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ സൂയിങ് മെഷീനാണ്. 8801E എന്നതാണ് ഈ മോഡൽ കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ മെഷീൻ്റെ ഒരു റിവ്യൂ പോലെ അല്ലെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ താല്പര്യമുള്ളവർ ഞാനിവിടെ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. ഈ വീഡിയോയിൽ പക്ഷെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മെഷീന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കംപ്ലൈൻറ്റ്, അതായത് നമ്മളെക്കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കംപ്ലൈൻറ്റ് വരുമ്പോഴേക്കും എങ്ങനെയാണ് അത് സർവീസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. സത്യം പറയുകയാണെങ്കിൽ എനിക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായില്ല. പക്ഷേ റിയൽ ലൈഫിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ്, അത് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടിയത്. ഒരു 5-5.5 വർഷത്തോളമായിട്ടുണ്ടാവും ഈ മെഷീൻ ഞാൻ മേടിച്ചിട്ട്. അതിനോട് ചെയ്യാവുന്നുള്ള എല്ലാ ദ്രോഹവും ഞാൻ ചെയ്തു കഴിഞ്ഞു. നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് കേട്ടോ ഇത്. ഇൻ കേസ് എനിക്ക് വയ്യാതെ വരുമോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സിറ്റുവേഷൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ തയ്ച്ചുകൊണ്ടേയിരിക്കും. ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം നടക്കുന്നതിൻ്റെ അടുത്ത മാസം നവംബറിലായിരുന്നു കല്യാണമെങ്കിൽ ഡിസംബറിലാണ് ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ മകൻ എൻ്റെ ലൈഫിലേക്ക് വരുന്നതിനൊക്കെ മുന്നേ തന്നെ ഈ മെഷീൻ എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബാക്ക് സ്റ്റോറിയൊക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ വലിച്ചു വാരി പറയുന്നില്ല. പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. അത്യാവശ്യം ഞാൻ മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത്രയും നാൾ ഞാൻ ഈ പറഞ്ഞ 5.5 വർഷമായിട്ട് മെഷീൻ യാതൊരുവിധ മേജർ ഇഷ്യൂസും കാണിച്ചിട്ടില്ല. ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങളുടെ കയ്യിൽ നിന്നുണ്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ മോട്ടർ കറങ്ങുന്ന ആ ഏരിയ ഉണ്ടല്ലോ, അതിലിങ്ങനെ ഒരു സ്ക്രൂ കണക്ട് ചെയ്തതിൻ്റെ സൈഡിലായിട്ട് ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എൻ്റെ മോൻ അതിൻ്റെ അകത്ത് കുടുക്കൽ പൈസ ഇട്ട് വെക്കുന്ന മാതിരി കുറേ പൈസയൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാനത് വർക്ക് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ഈ കോയിൻ അതിനകത്ത് കിടന്ന് അടിച്ചിട്ട് ഇതിൻ്റെ മാഗ്നറ്റ് എന്തോ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതെന്നിട്ട് ഞാൻ തന്നെ അഴിച്ചു പെറുക്കി യൂട്യൂബൊക്കെ നോക്കി തന്നെ അഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ വന്ന എറർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ, എറർ 4 എന്ന് പറയുന്ന കംപ്ലൈൻ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് എപ്പോഴും ഒന്നും കാണിക്കുന്നുണ്ടായില്ല, ഇടയ്ക്കിടയ്ക്കായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ആദ്യം കരുതിയത് എന്തെങ്കിലും ലൂസ് കണക്ഷൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും എന്നൊക്കെ ഓർത്ത് കണക്ഷനൊക്കെ ഒന്ന് അഴിച്ച് അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി വൃത്തിയാക്കി എടുത്തപ്പോഴേക്കും വർക്കായി. അപ്പം ഞാൻ കരുതി ഓക്കെ, കണക്ഷൻ്റെ എന്തോ കംപ്ലൈൻറ്റ് കൊണ്ടാണെന്നുള്ളത്. പക്ഷെ പിന്നെയും മെഷീനിലേക്ക് വരുമ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് ഈ 4 എന്ന് പറയുന്ന എറർ കാണിച്ചിട്ട് മെഷീൻ സ്റ്റക്കാവും, സ്പീഡ് കുറഞ്ഞ് നിന്ന് പോവും. അപ്പോൾ നമ്മളെന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ തയ്ക്കാൻ വന്നിരിക്കുമ്പോഴാണ് ഇങ്ങനെ എറർ വരുമ്പോഴേക്കും നമുക്ക് ആകെ ബുദ്ധിമുട്ടാവുമല്ലോ. എറർ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ സമയത്തേക്കിന് മെഷീൻ അനങ്ങത്തില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോഴേക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, ഈ ഡിസ്പ്ലേ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ അവിടെ കുറച്ച് ബട്ടൺസ് ഉണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, പ്രോഗ്രാമിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, നീഡിൽ പൊസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്വിച്ചസ് ഉണ്ട്. ഇതെല്ലാം എൻ്റെ ത്രെഡ് കട്ടർ വെച്ചിട്ട് ഇവിടുത്തെ പിള്ളേർ പണിപണിതാണ്. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ അതുകൊണ്ടുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്ന് ഓർത്തു. അങ്ങനെ നല്ല വിഷമമായിട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ യൂട്യൂബിൽ നല്ല പ്രോപ്പറായിട്ട് A to Z എന്നുള്ള രീതിയിൽ ടൈലറിങ് ക്ലാസ് പോലെ സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു എയിമിൽ നിൽക്കുമായിരുന്നു. ആ സമയത്താണ് ഇങ്ങനൊരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും യൂട്യൂബിലെല്ലാം നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഒന്നും കുത്തിപ്പൊളിക്കാൻ നിന്നില്ല. അപ്പോൾ അടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ ഈ മെഷീൻ മേടിച്ച കടയിൽ, കോട്ടയത്ത് പോപ്പുലർ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആ ചേട്ടൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതുപോലെ കംപ്ലൈൻ്റ് ഉണ്ട്, ഒന്ന് റെഡിയാക്കി തരാമെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഉഷയുടെ തന്നെ ടോൾ ഫ്രീ നമ്പറുണ്ട്, അതിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്താൽ മതി, അവരത് വന്ന് റെഡിയാക്കി തരുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് മടി പോലെ തോന്നി കേട്ടോ. ടോൾ ഫ്രീയിലൊക്കെ വിളിച്ച് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കാനൊക്കെ ഉള്ളൊരു മടി പോലെ തോന്നി. അപ്പോൾ ടോൾ ഫ്രീ വിളിക്കാനുള്ള മടി കൊണ്ടും ഇല്ലെങ്കിൽ ഇന്ന് മെഷീൻ റെഡിയാക്കി കിട്ടണം എന്നുള്ള ആവശ്യം കൊണ്ടും ഞാൻ എന്ത് ചെയ്തു, നമ്മൾ നെറ്റിൽ നമ്മുടെ ലൊക്കേഷനടുത്ത് വരുന്ന സർവീസ്, തയ്യൽ മെഷീൻ സർവീസ് ചെയ്യുന്ന ആളുകളുടെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്തു. ഇപ്പോൾ പോപ്പുലർ ഉൾപ്പെടെ ഞാനൊരു 4 പേരുടെ നമ്പറിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ 4 പേരും എന്നോട് സജസ്റ്റ് ചെയ്തത്
ഉഷയുടെ തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സർവീസ് ടെക്നീഷ്യനുണ്ട്. ജിജോ എന്നാണ് ആ ചേട്ടൻ്റെ പേര്. ആളുടെ നമ്പർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആളിനെ ഞാൻ വിളിച്ചു, ആളുമായിട്ട് സംസാരിച്ചു. അതായത് എനിക്ക് ആദ്യമേ തന്നെ അറിയേണ്ടത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നുള്ളതായിരുന്നു. ഈ 4 എറർ എന്താണ് സംഭവം എന്നാണ് എനിക്ക് അറിയേണ്ടിയിരുന്നത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് മോട്ടർ കംപ്ലൈൻ്റ് ആണ്, അതിനകത്ത് ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന സംഗതികളൊക്കെ ഉണ്ടല്ലോ, ഇതിൽ വരുന്ന കംപ്ലൈൻ്റാന്ന് പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സെൻസറുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലെന്തെങ്കിലും വന്നിരിക്കുന്ന എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിരിക്കണം, അത് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ മാറ്റുന്നതിനുൾപ്പെടെ 1800 രൂപയാണ് റേറ്റ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെയും കടകളിൽ വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ സർവീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇവരെല്ലാവരും എന്നോട് പറഞ്ഞത് മെഷീൻ അങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ടാണ്. അവിടെ കൊണ്ട് ചെന്ന് അത് നോക്കി അതിനെന്താണ് കംപ്ലൈൻ്റ് എന്നുള്ളത് അറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഉഷയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണെന്ന് വേണമെങ്കിൽ പറയാം, ഇവർ ഹോം സർവീസ് ചെയ്യും. നമ്മുടെ മെഷീൻ എവിടെയാണോ ഉള്ളത് അവിടെ വന്ന് ടെക്നീഷ്യൻസ് വന്ന് അതിനെന്താണ് കറക്ഷൻ ഉള്ളത് ചെക്ക് ചെയ്ത് അവിടെ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന കംപ്ലൈൻ്റ് ആണെങ്കിൽ സോൾവ് ചെയ്ത്, ഇനി ചിലപ്പോൾ ബോർഡിനൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അവർ കൊണ്ടുപോയി റെഡിയാക്കി വിത്തിൻ 1 വീക്സിനുള്ളിൽ തന്നെ റെഡിയാക്കി അവരത് ഫുൾ ഹോം സർവീസ് ആയിരിക്കും. ഈ ഒരൊറ്റ കാരണം മതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉഷ മേടിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറുള്ള ഒരു ബ്രാൻഡും ഈ പറഞ്ഞ ഹോം സർവീസ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല, പക്ഷേ ഒരുവിധപ്പെട്ട മറ്റുള്ള മെഷീൻസ് എല്ലാം തന്നെ നമ്മൾ തിരിച്ച് വാങ്ങിച്ചിടത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അവരത് റിപ്പയർ ചെയ്ത് കൊണ്ടുവരുവാണ് ചെയ്യേണ്ടത്. എന്നെ സംബന്ധിച്ച് ഞാനിത് മേടിച്ചിടത്തേക്ക് തിരിച്ച് കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ളൊരു സർവീസ് സെൻറ്ററിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് തന്നെ മെനക്കേടാണ്. ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ ഇൻഡസ്ട്രിയൽ മെഷീൻ്റെ ഹെഡ് പൊക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ശ്രമകരമാണ്, ഭയങ്കര കനമാണിത്. നമ്മളെക്കൊണ്ട് ഒറ്റയ്ക്കൊന്നും താങ്ങില്ല. ഒരു 2 ആണുങ്ങൾ നിന്ന് പിടിച്ചാലേ ഇത് അനക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ഓട്ടോ വിളിച്ച് മെഷീൻ അവിടെ കൊണ്ടെത്തിച്ച് ചിലപ്പോൾ അന്ന് കിട്ടും, ചിലപ്പോൾ അന്ന് കിട്ടൂല, ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. വീണ്ടും നമ്മൾ വണ്ടി വിളിച്ച് അത് അവിടെ നിന്ന് കൊണ്ടുവരണം. ഇതിൻ്റെ ഇടയ്ക്ക് അവരുടെ സർവീസ് കോസ്റ്റ് കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ വീട്ടിൽ ഇരുന്ന് തയ്ക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സർട്ടൺ എമൗണ്ട് അത് അങ്ങനെ അങ്ങ് സ്പെൻഡ് ചെയ്ത് പോവുക. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അത്രയും ശ്രമകരമല്ലേ ഈ മെഷീൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ടഫാണ് സംഗതി. അപ്പോൾ എന്തായാലും ഞാൻ ആ ടെക്നീഷ്യനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ജിജോ ചേട്ടൻ പറഞ്ഞു നമുക്കത് മോട്ടർ മാറ്റാം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ആൾ പറഞ്ഞ ഒരു ഡേറ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ പോരാൻ പറഞ്ഞു. അപ്പം ഇതിലൊരു കോമഡി എന്നാന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ ഇടയ്ക്കിടയ്ക്ക് മെഷീൻ എററില്ലാതെ വർക്ക് ചെയ്യും, ഇടയ്ക്ക് എറർ വന്നു കഴിഞ്ഞാൽ പിന്നെ അനങ്ങത്തില്ല, ഇങ്ങനെയായിരുന്നു. അപ്പോൾ ആൾ വരാൻ നിന്നതിൻ്റെ തലേ ദിവസം ഫുള്ളായിട്ട് ഈ മെഷീൻ വർക്കായി. അതായത് അന്നത്തെ ദിവസത്തിൽ ഒരു പ്രാവശ്യം പോലും കംപ്ലൈൻറ്റ് കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അന്ന് വൈകിട്ട് ജിജോ ചേട്ടനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇപ്പം നിലവിൽ ഇന്നത്തെ ദിവസം മെഷീൻ കംപ്ലൈൻറ്റ് കാണിച്ചിട്ടില്ല, അപ്പോൾ ഇതിനി ശരിക്കും പറഞ്ഞാൽ മോട്ടർ കംപ്ലൈൻ്റ് ആണോ എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത് മാറ്റണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനായി. അപ്പോൾ ആൾ പറഞ്ഞു നിലവിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാറ്റണ്ട, അത് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, പ്രശ്നമൊന്നും ഇല്ലല്ലോ, അപ്പോൾ അത് വർക്ക് ചെയ്തോട്ടെ. അങ്ങനെ പിറ്റേന്ന് വരാൻ നിന്ന ചേട്ടനോട് ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, നമുക്കെന്നാൽ നോക്കാം, ബാക്കി എന്താവും എന്നുള്ളത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ആ ശരി. അപ്പോൾ ഇത് സംസാരിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നല്ല മഴയായിരുന്നേ. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് വീണ്ടും ഈ എറർ കാണിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഞാൻ വീണ്ടും ചേട്ടനെ വിളിച്ചു. ഇതെന്താണ് ഇങ്ങനെ വരുന്നതെന്ന് എനിക്കറിയാനായിട്ട് ഭയങ്കര ഒരു ജിജ്ഞാസയായിരുന്നു. കാരണം ചില ദിവസം കുഴപ്പമില്ല, ചില ദിവസം കുഴപ്പമുണ്ട് ഇങ്ങനെ. അപ്പോൾ ആളിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു, അതായത് മെഷീൻ ഇരിക്കുന്ന സ്ഥലം അതെങ്ങനെയാണ്, ഈർപ്പമുള്ള സ്ഥലമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മെഷീൻ ഇട്ടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് അടിക്കാത്തൊരു സ്ഥലമാണ്. ഈ പറഞ്ഞ പോലെ എപ്പോഴും ഒരു നനവ് അവിടെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഹാളിലാണ് ഇരിക്കുന്നതെങ്കിലും ഉണ്ടല്ലോ, ഈ ഹാളിൻ്റെ ഇപ്പുറത്തേക്ക് കുറച്ച് സ്പേസിൽ ഷീറ്റ് ഇട്ട് മറച്ചിരിക്കുക. അപ്പം വെട്ടമോ വെളിച്ചമോ ഒന്നും അങ്ങനെ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. ഈ ഷെയ്ഡ് ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്കത്ര
കിട്ടത്തില്ല. വെട്ടമുണ്ടോയെന്ന് വെച്ചാൽ വെട്ടമുണ്ട്, പക്ഷേങ്കിൽ ആ നനവിനെ അബ്സോർബ് ചെയ്യാൻ പാകത്തിനുള്ള ഹീറ്റൊന്നും കിട്ടൂല നമുക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ആൾ പറഞ്ഞ് എന്തെങ്കിലും വോൾട്ടേജ് വേരിയേഷൻസ് വന്ന സമയത്തോ അല്ലെങ്കിൽ വല്ല ഇടിമിന്നലൊക്കെ വന്ന സമയത്തോ മെഷീൻ വർക്കായിട്ടുണ്ടാവുമായിരിക്കും. ഈ സമയത്ത് ഇതിൻ്റെ എന്താ പറയുക, സെൻസർ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ടുണ്ടാവുക, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇനിയിപ്പോൾ എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല, ഇത് നമുക്ക് മാറ്റാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ അടുത്ത അപ്പോയിൻമെൻ്റ് എടുത്തു. അപ്പോൾ ജിജോ ചേട്ടന് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു കേട്ടോ. ആളുടെ കസിനാരോ മരിച്ചു പോയിട്ട് ആൾക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ കോട്ടയത്തിൻ്റെ ലൊക്കേഷൻ കൈകാര്യം ചെയ്യുന്ന സർവീസ് ടെക്നീഷ്യൻ ഉണ്ട്, ജോബി കുര്യൻ എന്നാണ് ആ ചേട്ടൻ്റെ പേര്. അപ്പോൾ ജോബി ചേട്ടൻ എന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ആൾ ലൊക്കേഷനെല്ലാം വാട്സപ്പ് ചെയ്ത് കൊടുത്തു. പിറ്റേന്ന് രാവിലെ തന്നെ ആൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ജോബി ചേട്ടൻ. ജോബി ചേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. നമുക്ക് എന്ത് വേണേലും മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് വേണേലും ചേട്ടനോട് ചോദിക്കാം. പുള്ളി അതുപോലെ നമുക്ക് പറഞ്ഞും തരുന്നുണ്ട്. ഈവൻ ദോ നമ്മൾ ചോദിച്ചില്ലെങ്കിൽ പോലും ആൾ മൊത്തത്തിൽ മിഷൻ ഒന്ന് നോക്കിയിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം നൃത്തത്തിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടല്ലോ, ഇവർക്കൊക്കെ ഈ നൃത്തത്തെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാം എന്ന് പറയാറില്ലേ. എന്ന് പറഞ്ഞ പോലെ ആൾക്ക് മിഷ്യൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന സാധനം ഫിനിഷിങ് ഉള്ളതാണോ ഇല്ലയോ എന്ന് പോലും ആൾക്ക് പറയാനറിയാം. അപ്പോൾ അങ്ങനെ ആൾ വന്നു, മിഷൻ റെഡിയാക്കി ഇപ്പോൾ നല്ല കണ്ടീഷനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മിഷൻ നോക്കിയിട്ട് ആൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിഷൻ്റെ ഓയിലാണ് കേട്ടോ. ഓയിൽ എന്താ പറയുക, ലോയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ലോ അല്ല, എന്നാലും ലോയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു എപ്പോഴും ഓയിൽ ഹൈയിൽ വേണം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊരു കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നിങ്ങളിൽ പലരും ചോദിക്കാറില്ലേ ചേച്ചി ഏത് മെഷീനാണ് മേടിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ബ്രാൻഡ് മെഷീനാണ് മേടിക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഏതൊരു ഇലക്ട്രിക് ഡിവൈസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒന്നാമത്തെ കാര്യം അത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ സർവീസും കൂടെ പ്രോപ്പർ ആയെങ്കിൽ മാത്രമേ ആ കമ്പനി നല്ലതാണോ അല്ലെങ്കിൽ ആ മെഷീൻ നല്ലതാണോ നമുക്ക് 100% ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ചോദിക്കുവാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ മെഷീൻ മേടിച്ചതിനകത്ത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണെന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഓരോ ലൊക്കേഷനിലുള്ള ഓരോ സർവീസ് ടെക്നീഷ്യന്മാരുടെ സ്കില്ലും ഒക്കെ ഉണ്ടാവാം കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഏതായാലും ഈ ചേട്ടൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ മെഷീൻ ഒന്ന് നോക്കിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നത്, വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് മെഷീൻ ഓണായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഓക്കെ, അപ്പോഴേക്കും എനിക്ക് സമാധാനമായി. അപ്പോൾ ആൾ പറയുന്നുണ്ടെന്ന് തയ്ച്ച് നോക്ക്, എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നൊന്ന് തയ്ച്ച് നോക്ക് എന്നൊക്കെ പറയുമ്പോൾ അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനാണ് ചെക്ക് ചെയ്ത് നോക്കേണ്ട ആൾ. കാരണം ആൾ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും വിളിച്ച് വരുത്തുകയൊക്കെ വേണമല്ലോ. കൈയോടെ അത് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നമില്ല. അത് ഞാൻ മറന്നിട്ട് ഞാനിങ്ങനെ ചെയ്ത കാര്യമൊക്കെ ഇങ്ങനെ കണ്ട് നിൽക്കുമായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ എന്നെ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, വേറെ ഏതെങ്കിലും ഒരു, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ജാക്ക് മേടിക്കാനായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്, ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഉഷയായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, അതായത് ജാക്കായിരുന്നു കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിരുന്നെങ്കിൽ ഇതെങ്ങനെ സർവീസ് ചെയ്യണം. ഇത് ഞാൻ ആ ഷോപ്പിൽ പോവുക തന്നെ വേണം, ആരും അവിടെ വരാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നു ഉഷയുടെ ഏത് മെഷീൻ എടുത്താലും അവർ ഹോം സർവീസ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ വീട്ടിലിരുന്ന് തയ്ക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ മെഷീൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്ന സമയത്ത് എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഈ മെഷീൻ എത്ര റേറ്റ് ആയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞില്ലേ പോപ്പുലർ എന്ന് പറയുന്ന കടയിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വാങ്ങിയ സമയത്ത് ഇതിന് 27,000 രൂപയോളം ആയിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ ഈ മെഷീനൊക്കെ ഇറങ്ങിയ അല്ലെങ്കിൽ പുതുമയിലൊക്കെ നിൽക്കുന്ന ഒരു സമയമാണല്ലോ, അപ്പോൾ അത്രയും റേറ്റ് ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഈ സിമ്പിൾ മെഷീൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 23,000 രൂപയാണെന്നാണ് പറഞ്ഞത്. ഇനി ഇതിൻ്റെ തന്നെ ത്രെഡ് കട്ട് ചെയ്യുന്ന ടൈപ്പുണ്ട്, അത് 24,000 24,500 അങ്ങനെയൊക്കെ ആയിട്ടാണ്. അഥവാ നിങ്ങൾ മെഷീൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഉഷ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഇവരുടെ തന്നെ ഷോറൂമിലൊന്ന് പോയി ചെന്ന്
തിരക്കിയിട്ട് മേടിക്കുക. വേറൊന്നുമല്ല, അവർ അവിടെ അതിലും ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. നമ്മൾ വേറുള്ള കടകളിലൊക്കെ പോയി 10ഉം 30ഉം ഒക്കെ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പകുതിയൊക്കെ ഇവിടെ കൊടുത്തേച്ചാൽ മതി. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം, ഏതൊരു ഇലക്ട്രിക് ഉപകരണം മേടിച്ചാലും ചിലപ്പോൾ ഇന്ന് മേടിച്ചാൽ ചിലപ്പോൾ നാളെ അതെന്തെങ്കിലും കംപ്ലൈൻ്റ് ആവാം സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ കമ്പനികൾ ഗ്യാരൻറ്റിയും വാറൻറ്റിയും ഒക്കെ നമുക്ക് തരുന്നത്. ഇപ്പോൾ 3 വർഷത്തെ കമ്പനി വാറൻറ്റിയാണ് ഉഷ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അതായത് നമ്മൾ 3 വർഷം വരേക്കും ഫ്രീ ആയിട്ട് ടെക്നീഷ്യൻ നമ്മുടെ വീട്ടിലേക്ക് വന്ന് അത് സർവീസ് ചെയ്യും. യാതൊരുവിധ പൈസ മുടക്കോ അതിനകത്ത് നമുക്ക് വരത്തില്ല. ബോർഡ് കംപ്ലൈൻറ്റോ മോട്ടോർ കംപ്ലൈൻറ്റോ വന്നു കഴിഞ്ഞാൽ അതും കമ്പനി തന്നെയാണ് ചെയ്തു തരുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാനിത് ആ ചേട്ടനുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കി എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും മെഷീൻ മേടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ലൊക്കേഷനിൽ വരുന്ന സർവീസ് ടെക്നീഷ്യൻസിനെ കോൺടാക്റ്റ് ചെയ്തിട്ട്, അതും അല്ലെങ്കിൽ നേരെ നിങ്ങൾ ഉഷയുടെ തന്നെ ഷോറൂമിലേക്ക് ചെന്നൊന്ന് വിസിറ്റ് ചെയ്യുക. അവർ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും. നമ്മുടെ ഉപയോഗത്തിനനുസരിച്ചുള്ള മെഷീൻ ഏതാണെന്നുള്ളതൊക്കെ അവർ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഉപയോഗിച്ച് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു മെഷീൻ അത്യാവശ്യം അഫോർഡബിളായിട്ട് തന്നെ മേടിക്കാൻ പറ്റും. കാരണം പുറത്തൊക്കെ പോയി നമ്മളത് മേടിക്കുമ്പോൾ ചിലപ്പോൾ അതിനേക്കാളും എമൗണ്ട് കൂടുതലായിരിക്കും. 2000ഉം 3000ഉം ചിലപ്പോൾ 5000 രൂപയൊക്കെ വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇതുപോലെയുള്ള മെഷീനൊക്കെ മേടിക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് എന്താ? അത്യാവശ്യം കുറേ നാൾ ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ മുന്നോട്ട് പോകണം. പിന്നെ കംപ്ലൈൻറ്റ് വന്നാൽ തന്നെ അത് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത് കിട്ടണം. ഇത്രയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. നിലവിൽ എന്നെ സംബന്ധിച്ചിടത്തോളം മെഷീൻ ആയിക്കോട്ടെ, മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് ആയിക്കോട്ടെ, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. നമുക്കതിനകത്ത് റിപ്ലൈ തരാം. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. പക്ഷെ ആരും നിലവിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഓർത്തു, ഒരുപാട് പേര് തയ്ക്കുന്നവരുണ്ടല്ലോ, വീട്ടിൽ നിന്ന് തയ്ക്കുന്നവരുണ്ടല്ലോ, അവർക്ക് പ്രയോജനമാവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടൈലറിങ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെയ്ക്കും ടാറ്റാ.